ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കടന്ന സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അരവിന്ദൻ ഗംഗയുടെ നിശ്ചയത്തിനായി വാങ്ങിയ സ്വർണം പണയം വെച്ച് വീടിന്റെ ലോൺ അടച്ചു തീർക്കുകയാണ് ഗംഗയും കാവേരിയും. തുടർന്ന് സുജാതയുടെ വീട്ടിൽ നിന്നും സന്തോഷത്തോടുകൂടി അവർ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. അരവിന്ദന്റെ ഫോട്ടോയുടെ അരികിലേക്ക് വന്ന് കരഞ്ഞുകൊണ്ട് ശാരദ ചോദിക്കുന്നു, അരവിന്ദേട്ടൻ ഇവിടെ ഉണ്ടോ? ഞാൻ സംസാരിക്കുന്നത് അരവിന്ദേട്ടന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്തൊക്കെ ഇവിടെ നടന്നതെന്ന് കണ്ടില്ലേ? അരവിന്ദേട്ടൻ പോയപ്പോഴേ ഈ വീടും പോയി. ഇപ്പം ഗംഗയ്ക്ക് വേണ്ടി അരവിന്ദേട്ടൻ ആഗ്രഹിച്ചു വാങ്ങിച്ച സ്വർണം നഷ്ടപ്പെട്ടു. അടുത്തതായി എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇവരെ ഓരോരുത്തരെയും ഞാൻ എങ്ങനെ കല്യാണം കഴിപ്പിച്ചു വിടും? യമുന കളക്ടറായിട്ട് യമുനയുടെ വീട്ടിൽ താമസിക്കുമെന്നൊക്കെ പറയാറില്ലായിരുന്നോ? ഇപ്പൊ അവൾക്ക് കോളേജിൽ പോകാൻ പോലും പറ്റുന്നില്ല. എങ്ങനെ ഞാൻ അവളെ പഠിപ്പിക്കും? നീള പഠിച്ച് നല്ലൊരു നിലയിൽ എത്തണമെങ്കിൽ ഇനി എത്ര വർഷങ്ങളുണ്ട്? അടുത്ത ആഴ്ച ഇവർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള കാശ് പോലും എന്റെ കയ്യിലില്ല. ഞാൻ എന്ത് ചെയ്യും? ഇതെല്ലാം കണ്ട് വിഷമത്തോടുകൂടി നിവിൻ വിനീതിനോട് പറയുന്നു, വിനീതെ നീ പോയി സമാധാനിപ്പിക്ക്. വിനീത് പറയുകയാണ്, ഞാൻ എന്താ പറയേണ്ടത്? നിവിൻ പറയുകയാണ്, എന്തെങ്കിലും ഒന്ന് ചെയ്യ് വിനീതെ, കരയുന്നത് കണ്ടില്ലേ? ശാരദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാവേരി ചോദിക്കുന്നു, അമ്മ എന്തോ ഇങ്ങനെ പുലമ്പുന്നത്? ഞങ്ങൾ എല്ലാവരും ഇല്ലേ അമ്മയ്ക്ക്? ഗംഗ പറയുകയാണ്, അതെ, ഞങ്ങൾ 4 പേരും ആൺകുട്ടികളായിരുന്നെങ്കിൽ അമ്മ ഇങ്ങനെ കരയുമായിരുന്നു. ശാരദ പറയുകയാണ്, നിങ്ങൾ എല്ലാവരും പെൺകുട്ടികളായി പോയില്ലേ? കാവേരി പറയുകയാണ്, പെൺകുട്ടികളോ ആൺകുട്ടികളോ? അമ്മ എന്തിനാ ഇങ്ങനെ കരയുന്നത്? കരയാതെ, അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടാ പോയിരിക്കുന്നത്. ഞാൻ കോളേജിൽ പഠിച്ചതൊക്കെ വെറുതെ ആയി പോവുമോ അമ്മേ? അടുത്ത ആഴ്ച ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലൊന്നുമല്ല നമ്മൾ. ഞാനില്ലേ അമ്മേ, ഞാൻ ജോലിക്ക് പോകും. ഞാൻ നോക്കിക്കോളാം കാര്യങ്ങളെല്ലാം. യമുനയും നിളയും എല്ലാം നന്നായി പഠിക്കും. ഗംഗ പറയുകയാണ്, തയ്ച്ചാൽ കാല് വേദനിക്കും. എന്റെ മോൾ എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നതെന്ന് അച്ഛൻ ചോദിച്ചതുകൊണ്ടാ ഞാൻ അധികം തയ്ക്കാൻ എടുക്കാഞ്ഞത്. ഇനി ഞാൻ തയ്ക്കാൻ പോവുകയാണ്. രാവിലെ മുതൽ രാത്രി വരെ ഞാൻ തയ്ക്കും. തയ്ച്ചാൽ നമുക്ക് കാശ് കിട്ടും, എല്ലാം ശരിയാകും. അച്ഛൻ ആഗ്രഹിച്ചതുപോലെ യമുന കളക്ടറാകും, നിള നല്ല നിലയിലെത്തും. നമ്മളെല്ലാവരും മരിച്ചു പോയിട്ടൊന്നുമില്ലല്ലോ. കാവേരി പറയുകയാണ്, അച്ഛനെ നമ്മളെ വിട്ടു പോയിട്ടുള്ളൂ. അച്ഛൻ പഠിപ്പിച്ചതെല്ലാം നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ ജീവിക്കും അമ്മേ. ഇന്ന് കരയും, നാളെ സന്തോഷിക്കുമെന്നല്ലേ? കുറച്ചു നാളിന് ശേഷം നമ്മൾ കരഞ്ഞത് മറന്നുപോകും. അന്ന് നമ്മൾ ചിരിക്കും. അമ്മയ്ക്ക് ഞങ്ങളില്ലേ? അമ്മ കരയാതെ. ഗംഗ പറയുകയാണ്, അച്ഛൻ നമ്മുടെ കൂടെയില്ല, പക്ഷെ അച്ഛന്റെ ആഗ്രഹങ്ങളെല്ലാം നമ്മുടെ ഒപ്പം ഉണ്ട്. നമ്മൾ ജീവിക്കും അമ്മേ. യമുന പറയുന്നു, അമ്മേ, ഒരു ദിവസം കളക്ടറായിട്ട് വലിയൊരു സ്റ്റേജിൽ നിന്ന് ഞാൻ പറയും, ഇതെന്റെ അച്ഛന്റെ ആഗ്രഹമായിരുന്നു എന്ന്. അതിന് ഒരുപാട് കാശാകുമെന്നൊന്നും അമ്മ വിചാരിക്കേണ്ട. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഞാൻ ട്യൂഷൻ എടുക്കും. അവധി ദിവസങ്ങളിൽ എസ്റ്റേറ്റിൽ ജോലിക്ക് പോകും. ശാരദയും മുത്തശ്ശിയും സന്തോഷത്തോടുകൂടി കാവേരിയെയും യമുനയും ഗംഗയെയും നോക്കുകയാണ്. ശാരദയെ ചേർത്ത് പിടിച്ചുകൊണ്ട് കാവേരിയും യമുനയും ഗംഗയും പറയുന്നു, അമ്മേ, ഞങ്ങളുണ്ടമ്മേ. അമ്മ വിഷമിക്കേണ്ട. നമ്മൾ ആരും പട്ടിണി കിടന്ന് ചത്തുപോകില്ല. ഒന്ന് ചിരിക്കമ്മേ. ഇത് കേട്ട് ശാരദ ചിരിക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് ശാരദയെ നോക്കുകയാണ്. വിഷമത്തോടുകൂടി നിള പറയുന്നു, അമ്മേ, എനിക്ക് ഇങ്ങനെയൊന്നും പറയാൻ അറിയില്ലമ്മേ. എനിക്ക് കരച്ചിലാ വരുന്നത്. ഞാനിനി നന്നായിട്ട് പഠിക്കാം അമ്മേ. ചോക്ലേറ്റ് വാങ്ങിത്താ, പുതിയ ഡ്രസ്സ് വാങ്ങിത്താന്നൊക്കെ പറഞ്ഞ് അമ്മയെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല. അമ്മയുടെ നല്ല കുട്ടിയായിരിക്കും ഞാൻ. സന്തോഷത്തോടുകൂടി നിലയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് ശാരദ. പുഞ്ചിരിച്ച് കാവേരിയും ഗംഗയും യമുനയും ശാരദയും നിളയും ചേർത്ത് പിടിക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടുകൂടി അവരെ തന്നെ നോക്കി നിൽക്കുകയാണ് രാധമ്മയും വിനീതും നിവിനും. നിവിൻ വിനീതിനോട് പറയുന്നു, ഇവര് ജീവിക്കും വിനീതെ, ഇവരെ പറ്റി നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. വിനീത് പറയുന്നു, ഈ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ഇന്ന് ഞാൻ ഇവരോടൊപ്പം ഉണ്ടാകും. തുടർന്ന് യമുനയും നിലയും രാവിലെ കോളേജിലും സ്കൂളിലും ഒക്കെ പോകാനായി ഒരുങ്ങുകയാണ്. നിലയുടെ പിന്നാലെ തന്നെ ഭക്ഷണം വാരി കൊടുക്കുകയാണ് ഗംഗ. നില പറയുന്നു, ഒരാഴ്ച സ്കൂളിൽ പോകാത്തത് കൊണ്ട് ഒരുപാട് നോട്ട് എഴുതാൻ കാണും. കാവേരി പറയുന്നു, അതോർത്ത് നീ വിഷമിക്കണ്ട. ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് നോട്ട് വാങ്ങിച്ചോണ്ട് വാ, ഞാൻ എഴുതി തരാം. നിന്റെ അതേ കൈയക്ഷരത്തിൽ ഞാൻ എഴുതും. എന്റെ അതേ കൈയക്ഷരത്തിൽ ചേച്ചി എഴുതുമോ എന്ന് നിള ചോദിക്കുമ്പോൾ കാവേരി പറയുകയാണ്, എന്നെ പറ്റി നീ എന്താ വിചാരിച്ചിരിക്കുന്നത്? നിന്റെ ഭാഗ്യം കൊണ്ടാ ഞാൻ നിന്റെ ചേച്ചിയായിട്ട് ജനിച്ചത്. +2 വെച്ച് റിപ്പോർട്ട് കാർഡില് അമ്മ സൈൻ ചെയ്ത് തന്നിട്ടേയില്ല. ഞാൻ തന്നെയാണ് എല്ലാ റിപ്പോർട്ട് കാർഡിലും സൈൻ ചെയ്തത്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. ശാരദ കണ്ണു തള്ളി നിൽക്കുമ്പോൾ ഗംഗ ചോദിക്കുന്നു, സത്യമാണോടി? കാവേരി പറയുന്നു, അതെ ചേച്ചി, മാർക്ക് എല്ലാം കുറവായിരുന്നു. അമ്മ ആ മാർക്ക് കണ്ടാൽ എന്നെ അടിച്ചു കൊല്ലും. അതുകൊണ്ട് ഞാൻ തന്നെ സൈൻ ചെയ്തങ്ങ് കൊടുത്തു. യമുന ചോദിക്കുന്നു, അമ്മ റിപ്പോർട്ട് കാർഡ് എവിടെയെന്ന് ചോദിച്ചിട്ടില്ലേ? ശാരദ പറയുകയാണ്, +2 റിപ്പോർട്ട് കാർഡ് ഇല്ലാന്ന് എന്നോട് പറഞ്ഞു. യമുന ചോദിക്കുകയാണ്, ഞാൻ +2 റിപ്പോർട്ട് കാർഡ് കൊണ്ടുവന്നില്ലേ? അന്ന് പോലും അമ്മയ്ക്ക് തോന്നിയില്ലേ ഇതിനെപ്പറ്റി? കാവേരി പറയുന്നു, ഞാൻ പറയാം. അമ്മ എന്നോട് ചോദിച്ചായിരുന്നു, അപ്പം പഴയ സിസ്റ്റം മാറിപ്പോയിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു. യമുന പറയുകയാണ്, ഈ മെത്തേഡ് ഞാൻ ഉപയോഗിച്ചില്ലല്ലോ. ശാരദ പറയുകയാണ്, ഇടി ഭയങ്കരി, നീ എങ്ങനെയെല്ലാം എന്നെ ചതിച്ചിട്ടുണ്ട്. വേറെ എവിടെയെല്ലാം നീ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കാവേരി പറയുന്നു, ഞാൻ എന്താ സൈൻ ചെയ്ത് അമ്മയുടെ സ്വത്തുക്കളെല്ലാം എഴുതി വാങ്ങിച്ചോ? ഇല്ലല്ലോ. ശാരദ പറയുന്നു, നമുക്ക് എവിടെ അടി സ്വത്തുക്കളൊക്കെ? കാവേരി പറയുകയാണ്, സെന്റിമെന്റ്സ്. സ്വത്തുക്കളൊക്കെ നമുക്ക് വാങ്ങിക്കാമേ. ഞാൻ സമ്പാദിച്ച അമ്മയ്ക്ക് വാങ്ങിച്ചു തരാം. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് ചിന്തിക്കാമേ.
തുടർന്ന് വിനീത് അരവിന്ദന്റെ വീട്ടിലേക്ക് വരികയും ശാരദയുമായി സന്തോഷത്തോടുകൂടി മുറ്റത്ത് നിന്ന് സംസാരിക്കുകയുമാണ്. നിളയ്ക്ക് സ്നാക്സ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കുന്നു പറഞ്ഞ് ശാരദയുടെ കയ്യിലേക്ക് ഒരു കവർ കൊടുക്കുകയാണ് വിനീത്. ശേഷം അമ്മമ്മയെ കണ്ടിട്ട് വരാന്ന് പറഞ്ഞ് വിനീത് അകത്തേക്ക് പോകാനായി തുടങ്ങുമ്പോൾ പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഗംഗ. അവരറിയാതെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. വിനീതിനെ തന്നെ നോക്കിക്കൊണ്ട് ഗംഗ ശാരദയുടെ അരികിലേക്ക് വരുമ്പോൾ ഗംഗയെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് അകത്തേക്ക് പോകുന്ന വിനീത് വാതിലിന്റെ അരികിലേക്ക് ചെന്ന് ശാരദയെ ശ്രദ്ധിക്കുകയാണ്. ഈ സമയം അവിടേക്ക് വന്ന ഒരു ചേച്ചി ഗംഗയോട് ചോദിക്കുന്നു, ഗംഗെ നീ ബ്ലൗസ് തയ്ക്കില്ലേ ഇപ്പോൾ? ഞാൻ തയ്ക്കാമെന്ന് ഗംഗ പറയുമ്പോൾ ആ ചേച്ചി പറയുകയാണ്, ആളുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഗംഗ തയ്യല് നിർത്തിയെന്നും പറയുന്നു. അച്ഛൻ തിരിച്ചു വന്നതിന് ശേഷം ഗംഗ അധികം തയ്ക്കാറില്ലായിരുന്നല്ലോ. ഞാൻ ഗംഗ തയ്ക്കാത്തത് കൊണ്ട് മറ്റൊരാളുടെ അടുത്ത് ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തു. അയാൾ നന്നായി തയ്ച്ചൊന്നും തന്നില്ല. അതാ ഞാൻ വീണ്ടും ഗംഗയുടെ അടുത്തേക്ക് വന്നത്. ഇത് കേട്ട് ഗംഗ പറയുന്നു, ഞാൻ ഇനി മുതൽ ബ്ലൗസ് തയ്ക്കും ചേച്ചി. എത്ര തുണികൾ ഉണ്ടെങ്കിലും കൊണ്ടുവാ, ഞാൻ തയ്ച്ചു തരാം. ഞാൻ തയ്യല് തുടങ്ങിയെന്ന് ചേച്ചിയുടെ ബന്ധുക്കളോടും അടുത്തുള്ളവരോടും ഒക്കെ പറയണം. എനിക്ക് ഒരു ജോലി വേണ്ട ചേച്ചി, തയ്ച്ചാലേ എന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. ആ ചേച്ചി പറയുന്നു, ശരി മോളെ, ഞാൻ അടുത്തുള്ളവരോടെല്ലാം പറയാം. അങ്ങനെ തുണി ഗംഗയുടെ കയ്യിലേക്ക് കൊടുത്ത് ആ ചേച്ചി ചോദിക്കുന്നു, ഇത് എപ്പോ തരും? ഗംഗ പറയുകയാണ്, നാളെ തന്നെ വന്ന് വാങ്ങിച്ചു ചേച്ചി. ശരി എന്ന് പറഞ്ഞ ആ ചേച്ചി അവിടെ വന്ന് പോകുമ്പോൾ വിനീതിനെ ഒന്ന് നോക്കിയിട്ട് തുണിയുമായി അകത്തേക്ക് പോവുകയാണ് ഗംഗ. ശാരദ വിനീതിനോട് പറയുന്നു, മോനെ അരവിന്ദേട്ടൻ ഗൾഫിൽ നിന്നും വിളിക്കുമ്പോൾ ഗംഗയോട് തയ്ക്കണ്ടെന്നാ പറയുന്നത്. ഇപ്പൊ കണ്ടോ? വിനീത് പറയുന്നു, ഗംഗ തയ്ക്കട്ടെ. തയ്ക്കുമ്പോൾ വിഷമവും ടെൻഷനും എല്ലാം മറന്നുപോകും. തുടർന്ന് യമുന കോളേജിലേക്ക് വരുമ്പോൾ സന്തോഷത്തോടുകൂടി അരികിലേക്ക് ചെന്ന് യമുനയോട് സംസാരിക്കുകയാണ് വിശാൽ. യമുനയും സ്നേഹത്തോടുകൂടി വിശാലിനോട് സംസാരിക്കുന്നു. വിശാലും യമുനയും കയ്യിൽ പിടിച്ച് സംസാരിക്കുന്നത് കണ്ട ഒരു ഫ്രണ്ട് കണ്ണു തള്ളി ഇരിക്കുകയാണ്. യമുന ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുമ്പോൾ വിശാല് തന്റെ ഫ്രണ്ടിന്റെ അരികിലേക്ക് വന്നിരിക്കുന്നു. ആ ഫ്രണ്ട് ചോദിക്കുന്നു, നീ ശരിക്കും യമുനയെ പ്രണയിക്കുന്നുണ്ടോ? കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നതെന്ന് വിശാല് ചോദിക്കുമ്പോൾ ആ ഫ്രണ്ട് പറയുകയാണ്, നീ കുറച്ചു മുമ്പേ സ്റ്റെല്ലയോടും യമുനയോട് പറഞ്ഞതൊക്കെ തന്നെയല്ലേ പറഞ്ഞത്? വിശാൽ പറയുന്നു, അതേ ഡയലോഗ് തന്നെയാണ് ഞാൻ യമുനയോടും പറഞ്ഞത്. എനിക്ക് എപ്പോ വേണമെങ്കിലും അവളെ കാണാം. എന്റെ അച്ഛന്റെ കൂട്ടുകാരന്റെ മകളാ, അതുകൊണ്ട് ഏത് സമയം വേണമെങ്കിലും എനിക്ക് ആ വീട്ടിൽ കയറി ചെല്ലാൻ പറ്റും. ഫ്രണ്ട് ചോദിക്കുന്നു, അപ്പൊ നീ ശരിക്കും പ്രണയിക്കുന്നില്ലേ? വിശാൽ പറയുന്നു, പ്രണയിക്കുന്നുണ്ടെന്ന് വെച്ചോ. ഫ്രണ്ട് ചോദിക്കട്ടെ, നീ അപ്പം അവിടെ കല്യാണം കഴിക്കുമോ? വിശാൽ ചോദിക്കട്ടെ, നീ എന്തിനാ കല്യാണം വരെ പോകുന്നത്? നമ്മൾ എപ്പോഴും സേഫ് ഗെയിമേ കളിക്കാൻ പാടുള്ളൂ. എനിക്ക് കല്യാണം കഴിക്കാൻ അച്ഛൻ എവിടുന്നെങ്കിലും ഒരു പണക്കാരി പെൺകുട്ടിയെ കണ്ടെത്തും. അതിനിയും ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. അതുവരെ പ്രണയമാണെന്ന് പറഞ്ഞ് ടൈം പാസിന് വേണ്ടി യമുനയും സ്റ്റെല്ലയും ഒക്കെ മാറി മാറി പ്രണയിക്കുന്നു. വാ, സമയം പോകുന്നു, ക്ലാസ്സിലേക്ക് പോകാം. അങ്ങനെ ഫ്രണ്ടിനെയും കൂട്ടി വിശാൽ ക്ലാസ്സിലേക്ക് പോവുകയാണ്. തുടർന്ന് വിനീതിന്റെ കടയിലേക്ക് ഒരു ചേച്ചി ബ്ലൗസ് തയ്ക്കാനായി വരികയാണ്. വിനീത് പറയുന്നു, ചേച്ചി ഞാനിപ്പം ബ്ലൗസ് തയ്ക്കാറില്ല. ആ ചേച്ചി ചോദിക്കുന്നു, ഞാൻ ഇനി ആരുടെ കയ്യിൽ ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കും? അപ്പോൾ വിനീത് പറയുകയാണ്, ചേച്ചിക്ക് എന്റെ അമ്മാവന്റെ വീട് അറിയുമോ? ഇവിടെ അടുത്താ. എന്റെ അമ്മാവന്റെ മകൾ ഗംഗ നന്നായി ബ്ലൗസ് തയ്ക്കും, അവളുടെ കയ്യിൽ കൊണ്ടു കൊടുക്ക്. ആ ചേച്ചി പറയുന്നു, വില കൂടിയ തുണിയാ മോനെ, നീ തന്നെ തയ്ച്ചതാ. വിനീത് പറയുകയാണ്, എന്നെക്കാട്ടിലും നന്നായി ഗംഗ ബ്ലൗസ് തയ്ക്കും. നല്ല സ്റ്റൈലായിട്ട് TV സീരിയലിലൊക്കെ വരുന്ന സ്ത്രീകൾ ധരിക്കുന്ന ബ്ലൗസ് പോലെ നല്ല ഭംഗിയായി തയ്ച്ചു തരും. ഇത് കേട്ട് ആ ചേച്ചി പറയുന്നു, ശരി, ഞാൻ കൊണ്ടുപോയി കൊടുക്കാം. തുടർന്ന് ഗംഗ തുണി തയ്ക്കുമ്പോൾ അരികിലേക്ക് വന്ന മുത്തശ്ശി ചോദിക്കുന്നു, ശാരദ എവിടെ പോയിടി? ഗംഗ പറയുകയാണ്, അമ്മ തുണി കഴുകുന്നു. മുത്തശ്ശി പറയുകയാണ്, എല്ലാവരും എന്റെ മകനെ മറന്ന് അവരവരുടെ ജോലി ചെയ്യാൻ തുടങ്ങിയല്ലേ? ഗംഗ ചോദിക്കുകയാണ്, എന്നും അച്ഛനെ വിചാരിച്ച് കരഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഈ സമയം വിനീത് പറഞ്ഞുവിട്ട് ആ ചേച്ചി അവിടേക്ക് വരികയാണ്. ഗംഗയും മുത്തശ്ശിയും പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ചേച്ചി ചോദിക്കുന്നു, ബ്ലൗസ് തയ്ക്കുന്ന വീട് ഇതല്ലേ? ഗംഗ പറയുന്നു, അതെ ചേച്ചി, അകത്തേക്ക് കയറി വാ. ആ ചേച്ചി പറയുകയാണ്, വേണ്ട, ഈ കവറിൽ അളവ് ബ്ലൗസ് വെച്ചിട്ടുണ്ട്, തയ്ച്ചു തരണേ. തയ്ച്ചു തരാന്ന് പറഞ്ഞ സന്തോഷത്തോടു കൂടി ഗംഗ ബ്ലൗസ് തുണിയൊക്കെ എടുത്തു നോക്കുകയാണ്. എപ്പോ തരുമെന്ന് ആ ചേച്ചി ചോദിക്കുമ്പോൾ ഗംഗ ചോദിക്കുകയാണ്, അർജന്റ് ആണോ? ആ ചേച്ചി പറയുകയാണ്, അടുത്ത ആഴ്ച ഒരു കല്യാണം ഉണ്ട്, അതിനു മുമ്പേ തയ്ച്ചു തരണം. ഗംഗ പറയുന്നു, നാളെ കഴിഞ്ഞിട്ട് വന്നാ മതി, ഞാൻ ബ്ലൗസ് തയ്ച്ചു വെച്ചിട്ടുണ്ടായിരിക്കും. ചേച്ചി എന്റെ അടുത്ത് ബ്ലൗസ് തയ്ച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ അറിഞ്ഞത്? ആ ചേച്ചി പറയുകയാണ്, ഞാൻ എപ്പോഴും വിനീതിന്റെ കയ്യിലാണ് ബ്ലൗസ് തയ്ക്കാൻ കൊടുക്കുന്നത്, അവൻ നന്നായി തയ്ച്ചു തരും. ഇന്ന് ഞാൻ ബ്ലൗസ് തയ്ക്കാൻ അവിടെ ചെന്നപ്പോൾ അവനാ പറഞ്ഞത് ഇവിടെ കൊണ്ടു തരാൻ. ഇത് കേട്ട് ഗംഗ വിശ്വസിക്കാനാകാതെ നിൽക്കുമ്പോൾ മുത്തശ്ശി സന്തോഷത്തോടു കൂടി നിൽക്കുകയാണ്. ചേച്ചി പറയുകയാണ്, കുട്ടി നന്നായിട്ട് തയ്ക്കില്ലേ? വിനീതിന്റെ കടയിൽ ഇനിയും ബ്ലൗസ് തയ്ക്കില്ല എന്നാ പറഞ്ഞത്. സ്ത്രീകൾക്കുള്ള ഡ്രസ് എല്ലാം ഇവിടെ കൊടുക്കണമെന്നാ അവൻ പറയുന്നത്. എന്തിനാ അവൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തേന്ന് അറിയില്ല. നന്നായിട്ട് തയ്ക്കണേ മോളെ എന്ന് പറഞ്ഞ് ആ ചേച്ചി അവിടെ നിന്ന് പോവുകയാണ്. മുത്തശ്ശി പറയുന്നു, കണ്ടോടി വിനീതിന്റെ നല്ല മനസ്സ്. ആണുങ്ങൾക്ക് മാത്രം തയ്ച്ചു കൊടുത്താൽ അവന്റെ വരുമാനം കുറയില്ലേ? എന്നാലും സാരമില്ല, നിനക്ക് വരുമാനം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് അവൻ ചെയ്തത് കണ്ടില്ലേ? അവന്റെ നല്ല മനസ്സ് നീ കാണാതെ പോയിടി. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക്. നിന്നെ പെണ്ണ് കാണാൻ നല്ല സ്റ്റൈലായിട്ട് ഒരുത്തൻ വന്നല്ലോ, വലിയ ശമ്പളം ഉള്ളവൻ. എന്നിട്ട് എന്തായി? സ്ത്രീധനം കൊടുത്ത് കല്യാണം നടത്താൻ ആളില്ലെന്നറിഞ്ഞപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് പോയി. ആ കല്യാണാലോചന വന്നതും എന്റെ മകന്റെ ജീവനും പോയി. എന്റെ മകനെ മുകളിലോട്ട് എടുക്കാൻ വേണ്ടിയായിരിക്കും ആ കല്യാണം തീരുമാനിച്ചത്. നല്ലവരെ ഒന്നും നിന്റെ കണ്ണ് കാണില്ലടി. നിന്നോട് ഞാനിതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നറിയാം. അങ്ങനെ മുത്തശ്ശി അകത്തേക്ക് പോകുമ്പോൾ ഗംഗ വിഷമത്തോടുകൂടി നിൽക്കുകയാണ്.
ഇരിക്കുകയാണ്. തുടർന്ന് അരവിന്ദനെ കുറിച്ച് ആലോചിച്ച് വിഷമത്തോടുകൂടി ഭക്ഷണം കഴിക്കാനാകാതെ ഇരിക്കുകയാണ് ശാരദയും മുത്തശ്ശിയും നിളയും. അവരെ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കാനായി ശ്രമിക്കുകയാണ് യമുനയും കാവേരിയും ഗംഗയും. ശാരദ ഇപ്പം ഭക്ഷണം വേണ്ടാന്ന് പറയുമ്പോൾ കാവേരി പറയുകയാണ്, അതെന്താ അമ്മയ്ക്ക് ഭക്ഷണം വേണ്ടാത്തത്? അച്ഛനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നത് കൊണ്ടാണോ? അച്ഛൻ ഗൾഫിലാണെന്നങ്ങ് വിചാരിച്ചാ മതി. അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ എല്ലാവരും സന്തോഷത്തോടുകൂടി ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ലേ? നിള പറയുന്നു, അച്ഛൻ ഗൾഫിലായിരുന്നപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വിളിക്കാറില്ലായിരുന്നോ? മുത്തശ്ശി പറയുകയാണ്, ഞാനിപ്പം അതാ ഓർത്തത്. ഇപ്പൊ അവൻ സംസാരിക്കാൻ പറ്റാത്തടത്തേക്ക് പോയില്ലേ? ഈ സമയം ഫോൺ റിങ് ചെയ്യുകയാണ്. ഞാൻ പോയി എടുക്കാന്ന് പറഞ്ഞ നിള ഫോൺ അറ്റൻഡ് ചെയ്യുമ്പോൾ വിനീത് പറയുകയാണ്, മോളെ ഞാൻ അച്ഛനാ. മോള് കഴിച്ചോ? വിശ്വസിക്കാനാകാതെ സന്തോഷത്തോടുകൂടി നിള ചോദിക്കുകയാണ്, അച്ഛനോ? എല്ലാവരും തിരിഞ്ഞ് നിളയെ നോക്കുകയാണ്. വിനീത് പറയുകയാണ്, ഈ സമയത്ത് ഞാൻ എന്നും വിളിക്കുന്നതല്ലേ, കൃത്യസമയത്ത് വിളിച്ചില്ലെങ്കിൽ എന്റെ മോൾ എന്നോട് പിണങ്ങില്ലേ? ചിരിച്ചുകൊണ്ട് നിള ചോദിക്കുന്നു, വിനീതേട്ടനല്ലേ? ഇത് കേട്ട് എല്ലാവരും ചിരിച്ച് നിളയെ നോക്കുകയാണ്. വിനീത് സ്നേഹത്തോടുകൂടി നിളയോട് സംസാരിക്കുകയാണ്. തുടർന്ന് മുത്തശ്ശി പറയുകയാണ്, വിനീത് എത്ര നല്ല പയ്യനാണെന്ന് അറിയുമോ? അവനെയാണ് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞത്. ഗംഗ പറയുകയാണ്, വിനീതേട്ടൻ നല്ലവനാ. അല്ല നാരാ പറഞ്ഞത്? മുത്തശ്ശി എന്തിനാ എപ്പോഴും വിനീതേട്ടൻ നല്ലവനാണെന്ന് പറയുന്നത്? മുത്തശ്ശി പറയുന്നു, ശാരദ ഇവളെ അവന് കൊടുക്ക്, അവൻ പൊന്നുപോലെ നോക്കൂ ഇവളെ. ഇത് കേട്ട് യമുന പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട, സുജാതമായി ഒരു പിശാച, ഗംഗേച്ചിയെ കുത്തി കുത്തി കൊല്ലും. ഇത് കേട്ട് നിളയും ശാരദയും ചിരിക്കുമ്പോൾ കാവേരി പറയുന്നു, അതെ അതെ വിനീതേട്ടൻ പാവോ, പക്ഷെ സുജാതാമ്മയെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മളെ എത്ര പാടുപെടുത്തിയതാ. ജീവിതകാലം മുഴുവൻ സുജാതാമ്മയെ സഹിക്കേണ്ടി വരും ഗംഗേച്ചി. മുത്തശ്ശി പറയുന്നു, സുജാത എത്ര വർഷം ജീവിച്ചിരിക്കും? അവളെ നിങ്ങൾ വിട്ടേര്, എല്ലാം ശരിയാകും. കാവേരി പറയുകയാണ്, മുത്തശ്ശി സുജാതയുടെ അമ്മയായ മുത്തശ്ശി ഇപ്പോഴും ജീവനോടെ ഉണ്ട്. ഇനി ഒരു 20 വർഷം കൂടി മുത്തശ്ശി ജീവനോടെ കാണും. അപ്പം കുറഞ്ഞത് സുജാതമായി ഒരു 40 വർഷമെങ്കിലും ജീവനോടെ കാണില്ലേ? അതിനുള്ളിൽ എന്റെ ചേച്ചിക്ക് 60 വയസ്സായി കിഴവിയായി പോകും. പിന്നെ എന്ത് ശരിയാകാനാ? മുത്തശ്ശി ഭക്ഷണം കഴിക്കാൻ നോക്ക്, അതോ ഞാൻ സുജാതമ്മയെ വിളിക്കണോ? മുത്തശ്ശി പറയുകയാണ്, അയ്യോ വേണ്ട വേണ്ട, ഞാൻ തന്നെ കഴിച്ചോളാം. അങ്ങനെ മുത്തശ്ശി ഭക്ഷണം കഴിക്കുമ്പോൾ കാവേരി പറയുകയാണ്, യമുനെ ഇനി മുത്തശ്ശി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ സുജാതമ്മയെ വിളിച്ചാൽ മതി. ഇത് കേട്ട് എല്ലാവരും പൊട്ടിച്ചിരിക്കുകയാണ്. തുടർന്ന് രാജേശ്വരിയെ കാണാനായി റിസോർട്ടിലേക്ക് വരികയാണ് ജയപാലൻ. രാജേശ്വരിയോട് സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുകയാണ് രാജേശ്വരി. ജയപാലൻ പറയുന്നു, കുഴപ്പമില്ലെന്നോ? ഇപ്പം മകൻ എപ്പോഴും കൂടെയില്ലേ, അപ്പം സന്തോഷമായിട്ടിരിക്കുകയല്ലേ നീ? രാജേശ്വരി പറയുന്നു, അവൻ ചുറ്റിത്തിരിഞ്ഞ് നടക്കുകയല്ലേ. ജയപാലൻ പറയുന്നു, അവന്റെ അച്ഛനെ പോലെയല്ലേ. തുടർന്ന് നിവിൻ അവിടേക്ക് വരുമ്പോൾ ജയപാലൻ നിവിൻ അരവിന്ദന്റെ വീട്ടിലേക്ക് പോകുന്ന കാര്യം ചോദിക്കുകയാണ്. അരവിന്ദൻ എന്റെ കൂട്ടുകാരനാണ്, അതുകൊണ്ട് എനിക്ക് ആ വീട്ടിലെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ. നിനക്ക് ആ വീട്ടിൽ എന്താ ജോലി? ഇവൻ എന്തിനാ അവിടെ പോകുന്നതെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ജയപാലൻ പറയുകയാണ്, ഇത് നിനക്കറിയില്ലേ? അരവിന്ദൻ പോയതിനു ശേഷം ഇവൻ എപ്പോഴും ആ വീട്ടിലാ. നീ എന്തിനാണ് അവിടെ പോയതെന്ന് രാജേശ്വരി ചോദിക്കുമ്പോൾ ജയപാലൻ പറയുകയാണ്, അവരെ ബാങ്കിൽ കൊണ്ടുപോയതും തിരിച്ചു കൊണ്ടുവിടുന്നതും എല്ലാം ഇവനാ, വിനീതും കൂടെ ഉണ്ട്. രാജേശ്വരി പറയുകയാണ്, ഇവിടെ ഒരു ജോലിക്ക് നിന്നെ കിട്ടില്ല, നിനക്ക് എന്താണ് അവിടെ ജോലി? നിവിൻ പറയുകയാണ്, അമ്മേ വിനീത് പോകുമ്പോൾ ഞാനും കൂടെ പോകുന്നതാ. വിനീതിന്റെ അമ്മാവന്റെ വീടല്ലേ അത്? ഞാൻ എന്ത് ആവശ്യത്തിന് വിളിച്ചാലും വിനീത് വരാറുണ്ടല്ലോ. ജയപാലൻ ചോദിക്കുന്നു, നിനക്ക് കൂട്ടുകാരനാക്കാൻ വേറെ ആരെയും കിട്ടിയില്ലേ? ഒരു ടൈലർ ആണോ നിന്റെ ഫ്രണ്ട്? വിനീതിന് എന്താ കുഴപ്പമെന്ന് നിവിൻ ചോദിക്കുമ്പോൾ രാജേശ്വരി പറയുകയാണ്, എപ്പോ നോക്കിയാലും അവന്റെ കടയിലാ ഇവൻ. അവന്റെ ബന്ധുക്കളുടെ വീട്ടിലെ പ്രശ്നത്തിനൊക്കെ നീ എന്തിനാ പോകുന്നത്? ഇവിടെ നിനക്ക് ചെയ്യാൻ എന്തോരം ജോലികളുണ്ട്. നിവിൻ പറയുകയാണ്, ഇങ്ങോട്ട് വരണ്ടായിരുന്നു. ഇവിടുള്ള എന്ത് ജോലിയാ ഞാൻ ചെയ്യാതിരുന്നിട്ടുള്ളത്? ഞാൻ എന്തിനാ ഇവിടെ 24 മണിക്കൂർ ഇരിക്കുന്നത്? ഇവിടുത്തെ ജോലിയെല്ലാം തീർത്തതിന് ശേഷമാണ് ഞാൻ പോകുന്നത്. ജയപാലൻ പറയുന്നു, ഒരു ബിസിനസിനെ കുറിച്ച് ആലോചിക്ക്, ഒരു റെസ്റ്റോറന്റും കൂടി നടത്തുന്നതിനെ കുറിച്ചും ചിന്തിക്ക്. കാശുണ്ടാക്കേണ്ട പ്രായമാണിത്. രാജേശ്വരി പറയുന്നു, ദേ നോക്ക്, നീ ഇനിയും വിനീതിന്റെ കടയിലോ അവന്റെ അമ്മാവന്റെ വീട്ടിലോ പോയെന്ന് ഞാൻ അറിഞ്ഞാൽ നീ എവിടെ പോയാലും എന്നോട് പറഞ്ഞിട്ട് പോയാൽ മതി. ഞാൻ പോയിട്ട് വരാന്ന് പറഞ്ഞ് നിവിൻ അവിടെ വന്ന് എഴുന്നേൽക്കുമ്പോൾ നീ എവിടെ പോവാണെന്ന് ചോദിക്കുകയാണ് രാജേശ്വരി. ഞാൻ പുറത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി നിവിൻ അവിടെ നിന്ന് പോകുന്നു. ജയപാലനും രാജേശ്വരിയും നിവിന്റെയും ജയപാലന്റെ മകൾ രാഗിണിയുടെയും കല്യാണക്കാര്യം സംസാരിക്കുകയാണ്. തുടർന്ന് ജയപാലൻ പറയുന്നു, നീ നിവിനെ കുറിച്ച് വിഷമിക്കണ്ട, എന്റെ മരുമകനാകട്ടെ, ഞാൻ എല്ലാം ശരിയാക്കിക്കോളാം. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ അവനെ ഞാൻ മാറ്റിയെടുത്തിരിക്കും. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി ഇരിക്കുകയാണ് രാജേശ്വരി. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്